ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് 70.41% പോളിംഗ്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു. കൊട്ടിക്കലാശം ആവേശകരമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടെടുപ്പ് മറ്റന്നാൾ. SIR സമയക്രമം 2 ആഴ്ച കൂടി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം നിരസിച്ച് സുപ്രീംകോടതി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണം, വന്ദേമാതരം എന്നീ വിഷയങ്ങളിൽ ചർച്ച തുടരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിന് അല്പസമയത്തിനകം തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പ് 7 ജില്ലകളിൽ ഇന്ന് നടന്നു. വോട്ടിംഗ് സമയം 6 മണിക്ക് പൂർത്തിയായപ്പോൾ 70.41% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ നടന്ന ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ മികച്ച ജനപങ്കാളിത്തമാണ് ഇന്ന് ദൃശ്യമായത്. ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. രാവിലെ 7 മണിക്കാണ് പോളിംഗ് ആരംഭിച്ചത്. വൈകുന്നേരം 6 വരെ പോളിംഗ് സ്റ്റേഷനിലെത്തിയ മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ 66.69%, കൊല്ലത്ത് 69.93%, പത്തനംതിട്ടയിൽ 66.48% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആലപ്പുഴയിൽ പോളിംഗ് ശതമാനം 73.49%, കോട്ടയത്ത് 70.53%, ഇടുക്കിയിൽ 71.18%, എറണാകുളത്ത് 74.12% പോളിംഗ് ശതമാനം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതുവരെ 56.68% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആറ്റിങ്ങൽ, നെടുമങ്ങാട്, വർക്കല, നെയ്യാറ്റിൻകര നഗരസഭകളിലും പഞ്ചായത്ത് തലത്തിലും മികച്ച ജനപങ്കാളിത്തമാണ് പ്രകടമായത്. വഞ്ചിയൂരിൽ വോട്ടെടുപ്പിനിടെ CPIM BJP പ്രവർത്തകർക്കിടയിൽ സംഘർഷമുണ്ടായി. കള്ളവോട്ട് ആരോപണത്തെ തുടർന്നായിരുന്നു സംഘർഷം. തുടർന്ന് പോലീസും ഇരു പാർട്ടിയിലെയും നേതാക്കളും സംഭവസ്ഥലത്ത് എത്തിയാണ് സംഘർഷം അവസാനിപ്പിച്ചത്. കൊല്ലം കോർപ്പറേഷനിൽ 62.44% പോളിംഗ് രേഖപ്പെടുത്തി. കൊച്ചി കോർപ്പറേഷനിൽ 61.72% പോളിംഗ്. എറണാകുളം ജില്ലയിലാണ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കുറവ് പോളിംഗ് പത്തനംതിട്ട ജില്ലയിലാണ്. എറണാകുളം പാമ്പക്കുട ഓണക്കൂർ 10ാം വാർഡിലെ പ്രാതിനിധ്യ വോട്ടെടുപ്പ് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. ഇവിടെ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നു. തിരുവനന്തപുരം വിഴിഞ്ഞം വാർഡിലും സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ചിരുന്നു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥികളുടെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ടാണ് പോളിംഗ് 73.49% ഉയർന്നത്. ജില്ലയിൽ രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ബിന്ദു, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലാണ് ഇത്തവണ ഉയർന്ന പോളിംഗ് ഉണ്ടായിട്ടുള്ളത്. കഞ്ഞിക്കുഴി, തൈക്കാട്ടുശ്ശേരി എന്നീ ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലും നഗരസഭകളിൽ ചേർത്തല നഗരസഭയിലും ഇത്തവണ കനത്ത പോളിംഗ് ഉണ്ടായി. പലയിടങ്ങളിലും പോളിംഗ് 90% കടന്നതായിട്ടാണ് അറിയുന്നത്. ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായ എല്ലാ പ്രദേശങ്ങളിലും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ വളരെ സമാധാനപരമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡിലെ 1ാം നമ്പർ ബൂത്തിൽ ഉച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പ് നിർത്തിവെച്ചു. ഇവിടെ ജില്ലാ പഞ്ചായത്തിലെ ഒരു സ്ഥാനാർത്ഥിയുടെ ബാലറ്റ് ബട്ടൺ അമർത്താൻ പറ്റാത്ത നിലയിലായിരുന്നു. ജില്ലയിൽ 12 കേന്ദ്രങ്ങളിലാണ് യന്ത്രത്തകരാറ് ഉണ്ടായത്. ഇവിടെ അധിക സമയം നൽകിയിട്ടുണ്ട്. അതിനാൽ രാത്രി വൈകിയാൽ മാത്രമേ അന്തിമ പോളിംഗ് നില അറിയാൻ സാധിക്കുകയുള്ളൂ. പത്തനംതിട്ട ജില്ലയിൽ തുടക്കത്തിൽ പോളിംഗ് ബൂത്തുകളിൽ വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും വൈകുന്നേരത്തോടെ പോളിംഗ് മന്ദഗതിയിലാണ്. പന്തളം നഗരസഭയിലാണ് ജില്ലയിൽ വോട്ടിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ വോട്ടെടുപ്പ് തുടങ്ങി ആദ്യ മണിക്കൂറുകൾ മുതൽ വോട്ടെടുപ്പ് അവസാനിച്ചതുവരെ നഗര ഗ്രാമ ഭേദമന്യേ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഉയർന്ന നിലയിലാണുള്ളത്. ജില്ലയിൽ ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 53 ഗ്രാമപഞ്ചായത്തുകൾ, 8 ബ്ലോക്കുകൾ, 4 നഗരസഭകൾ, ജില്ലാ പഞ്ചായത്ത് 17 ഡിവിഷനുകൾ എന്നിവിടങ്ങളിലെ 1099 നിയോജക മണ്ഡലങ്ങളിലായി ജില്ലയിലാകെ 3549 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. വോട്ടിംഗ് ശതമാനം ഉയർന്നത് 3 രാഷ്ട്രീയ കക്ഷികളും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ്.
സംസ്ഥാനത്തെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,000-ലധികം വാർഡുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകൾക്ക് പുറമെ 39 നഗരസഭകളിലും 471 ഗ്രാമപഞ്ചായത്തുകളിലും 75 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 7 ജില്ലാ പഞ്ചായത്തുകളിലുമാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. ഒന്നാം ഘട്ടത്തിൽ 36,630 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം പോളിംഗ് സാധനങ്ങളും EVM-ഉം വിതരണ കേന്ദ്രങ്ങളിൽ സജ്ജമാക്കിയിട്ടുള്ള സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും. രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് 6 മണിയോടെ അവസാനിച്ചു. വിപുലമായ കൊട്ടിക്കലാശം ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ സമാപനം ആഘോഷമാക്കി. നഗരമേഖലകളിലും ഗ്രാമകേന്ദ്രങ്ങളിലും നടന്ന കൊട്ടിക്കലാശത്തിൽ സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ആവേശം വാനോളം ഉയർന്നു. കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി KO ശശിധരൻ. കണ്ണൂരിൽ കൊട്ടിക്കലാശത്തിന് അല്പം മുൻപ് സമാപനമായി. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു UDF-ഉം LDF-ഉം NDA-യും കൊട്ടിക്കലാശം നടത്തിയത്. കണ്ണൂർ കോർപ്പറേഷനിൽ UDF നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസ് മുതൽ സിറ്റി വരെയാണ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം നടത്തിയത്. LDF പ്രചാരണം കണ്ണൂർ തെക്കി ബസാറിൽ നിന്ന് ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. NDA പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് മുനീശ്വരൻ കോവിലിന് മുന്നിലാണ് സമാപിച്ചത്. നാളെ നിശബ്ദ പ്രചാരണം. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,408 വാർഡുകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക. തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകൾ, 47 മുനിസിപ്പാലിറ്റികൾ, 470 ഗ്രാമപഞ്ചായത്തുകൾ, 77 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ എന്നിവ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു. വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ സർക്കാർ, അർദ്ധ സർക്കാർ, വാണിജ്യ സ്ഥാപനങ്ങൾക്ക് മറ്റന്നാൾ അവധിയാണ്. കേന്ദ്ര ജീവനക്കാർക്ക് വോട്ട് ചെയ്യാൻ മതിയായ സൌകര്യം ഒരുക്കാനും നിർദ്ദേശമുണ്ട്. ഈ മാസം 13-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്തെ 244 കേന്ദ്രങ്ങളിലായി ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തൃശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാടിളക്കിയുള്ള ശബ്ദ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം നടന്നു. താളമേള, വാദ്യവിസ്മയങ്ങളോടെയായിരുന്നു സമാപന പരിപാടികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ ആവേശം വാനോളമുയർത്തി പഞ്ചായത്ത് തലങ്ങളിലും വാർഡ് തലങ്ങളിലും കൊട്ടിക്കലാശങ്ങൾ സംഘടിപ്പിച്ചു. ഇന്ന് ഡിവിഷൻ തല കൊട്ടിക്കലാശത്തിന് പുറമെ കോർപ്പറേഷൻ തലങ്ങളിലും പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അതിരാവിലെ മുതൽ ശബ്ദമേളങ്ങളിലൂടെയും ഉച്ച മുതൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുമാണ് പ്രവർത്തകർ അവസാനഘട്ട വോട്ടു തേടലിനിറങ്ങിയത്. ജില്ലയിൽ 86 ഗ്രാമപഞ്ചായത്ത്, 16 ബ്ലോക്ക് പഞ്ചായത്ത്, 7 നഗരസഭകൾ, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവയിലേക്കാണ് തെരഞ്ഞെടുപ്പ് പൂരം നടക്കുന്നത്. വോട്ട് ചെയ്യുന്നതിനുള്ള തിരിച്ചറിയൽ രേഖയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജീവനക്കാർക്ക് നൽകുന്ന ഓഫീസ് ID കാർഡും ഉപയോഗിക്കാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ ID കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, ഫോട്ടോ പതിപ്പിച്ച ബാങ്ക് പാസ്ബുക്ക്, ഫോട്ടോ പതിച്ച SSLC ബുക്ക്, വോട്ടർ സ്ലിപ്പ് എന്നിവയും തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം. പ്രവാസി വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷനുകളിൽ നേരിട്ട് ഹാജരായി പാസ്പോർട്ടിന്റെ ഒറിജിനൽ കാണിക്കേണ്ടതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. SIR സമയക്രമം 2 ആഴ്ച കൂടി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം നിരസിച്ച് സുപ്രീംകോടതി. ഡിസംബർ 18 വരെയാണ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്കുള്ള നിലവിലെ സമയപരിധി. 18-ന് ശേഷം ഇക്കാര്യം കോടതി വീണ്ടും പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ സമയപരിധി വീണ്ടും നീട്ടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും ചില രാഷ്ട്രീയ പാർട്ടികളും സമർപ്പിച്ച ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം സംബന്ധിച്ച ചർച്ചകൾ രാജ്യസഭയിൽ പുരോഗമിക്കുകയാണ്. ദേശീയ ഗീതമായ വന്ദേമാതരം ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണെന്ന് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്വാതന്ത്ര്യ സമരകാലത്തും ഈ കാലഘട്ടത്തിലും 2047-ൽ ഇന്ത്യ വികസിത രാജ്യമാകുമ്പോഴും വന്ദേമാതരം ഒരുപോലെ പ്രസക്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. वंदे मातरम के प्रति समर्पण की जरूरत वंदे मातरम बना तब भी थी, आजादी के आंदोलन के वक्त भी थी, आज भी है और जब 2047 महान भारत की रचना होगी तब भी रहे, क्योंकि ये अमर कृति मां भारती के प्रति, भारत माता के प्रति समर्पण, भक्ति और कर्तव्य के भाव जागृत करने वाली कृति है. സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസ് വന്ദേമാതരത്തെ മുദ്രാവാക്യമാക്കി മാറ്റിയതായി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. നിസ്സഹരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ വന്ദേമാതരം ആലപിച്ചുകൊണ്ടാണ് ജയിൽ വരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.
തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുകയാണ്. SIR നടപ്പാക്കിയതിന്റെ കാരണങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് കോൺഗ്രസ് അംഗം മനീഷ് തിവാരി പറഞ്ഞു. SIR നടപ്പാക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപരമായ അവകാശത്തെയും MP ചോദ്യം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ രാജ്യസഭാ പ്രതിപക്ഷ നേതാവിനെയും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെയും ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് ശരിയായ രീതിയിലാണ് നടത്തിവരുന്നതെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിഷ്പക്ഷമായാണ് നടന്നുവരുന്നതെന്ന് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കല നമ്മുടെ ഭൂതകാല സ്മരണകളെയും വർത്തമാനകാല അനുഭവങ്ങളെയും ഭാവിയിലെ അഭിലാഷങ്ങളെയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ 2023-2024 വർഷങ്ങളിലെ ദേശീയ കരകൌശല പുരസ്കാരങ്ങൾ സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. കേരളത്തിൽ നിന്നും B. രാധാകൃഷ്ണപിള്ള, VK ജയൻ, K. സുലൈമാൻകുട്ടി എന്നിവർ പുരസ്കാരം സ്വന്തമാക്കി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കട്ടക്കിലെ ബരാബതി സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് കളി ആരംഭിക്കുക. പമ്പ ചക്കുപാലത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 30 പേർക്ക് പരിക്ക്. 10 വയസ്സുകാരി ഉൾപ്പെടെ 4 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതര സംസ്ഥാനക്കാരായ തീർത്ഥാടകരാണ് ബസ്സുകളിലുണ്ടായിരുന്നത്. ശബരിമലയിലെ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് കഴിവതും ഒഴിവാക്കാൻ വനം വകുപ്പ് ഭക്തരോട് അഭ്യർത്ഥിച്ചു. പ്രദേശത്ത് വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലും അപകടങ്ങൾ വർദ്ധിക്കുന്നതിനാലുമാണ് ജാഗ്രതാ നിർദ്ദേശം. കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകരിൽ പലരും ഉരക്കുഴി തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച ശേഷമാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇവിടെ സന്ധ്യാസമയം ആകുമ്പോഴേക്കും ആനകൾ കൂട്ടത്തോടെ ഇറങ്ങാറുണ്ടെന്നും വനം വകുപ്പ് അറിയിച്ചു. 30ാമത് IFFK അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഫീമെയിൽ ഫോക്കസ് വിഭാഗത്തിൽ 5 വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ദ ക്രോണോളജി ഓഫ് വാട്ടർ, ദ ഗേൾ ഇൻ ദി സ്നോ, പീസസ് ഓഫ് എ ഫോറിൻ ലൈഫ്, ഗേൾ, നിനോ എന്നീ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. സാമൂഹിക വൈയക്തിക പ്രമേയങ്ങൾ ചർച്ച ചെയ്യുന്ന 5 ലാറ്റിൻ അമേരിക്കൻ ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കും. ചലച്ചിത്രമേളയ്ക്ക് ഈ മാസം 12-ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ തിരിതെളിയും. കേരള തപാൽ സർക്കിളിന്റെ 125ാമത് ഡാക് അദാലത്ത് ഈ മാസം 30-ന് തിരുവനന്തപുരം ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ കാര്യാലയത്തിൽ നടത്തും. കൌണ്ടർ സർവീസസ്, സേവിംഗ്സ് ബാങ്ക്, മണി ഓർഡറുകൾ എന്നിവയുൾപ്പെടെയുള്ള തപാൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ, നിവേദനങ്ങൾ, തർക്കങ്ങൾ എന്നിവ അദാലത്തിൽ പരിഗണിക്കും. ഇന്ത്യ പോസ്റ്റിന്റെ കേരളത്തിലെ ആദ്യത്തെ ജെൻ സി പോസ്റ്റ് ഓഫീസ് എക്സ്റ്റൻഷൻ കൌണ്ടർ കോട്ടയം CMS കോളേജിൽ തുറന്നു. കേരള സെൻട്രൽ റീജിയണൽ പോസ്റ്റൽ സർവീസസ് ഡയറക്ടർ NR ഗിരി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 436 പോയിന്റ് താഴ്ന്ന് 84,666-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 121 പോയിന്റ് നഷ്ടത്തിൽ 25,840-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 720 രൂപ താഴ്ന്ന് 94,920 രൂപയും ഗ്രാമിന് 11,865 രൂപയുമാണ് ഇന്നത്തെ വില. മനുഷ്യാവകാശ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന മനുഷ്യാവകാശ ദിനാഘോഷം നിയമമന്ത്രി P. രാജീവ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അധ്യക്ഷനാകും. നിയമ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ GB റെഡ്ഡി മുഖ്യ പ്രഭാഷണം നടത്തും. 2026 IPL സീസണിലേക്കുള്ള കളിക്കാരുടെ ലേല പട്ടിക അന്തിമമാക്കി BCCI. 1355 പേരുകൾ ഉണ്ടായിരുന്നത് 350 കുറച്ചു. 35 പേരെ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തി. 240 ഇന്ത്യൻ താരങ്ങളും 110 വിദേശ താരങ്ങളുമാണ് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ലേലം ഈ മാസം 16-ന് അബുദാബിയിൽ നടക്കും. കേരള സർവകലാശാല ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആൾട്ടർനേറ്റീവ് എക്കണോമിക്സും സാമ്പത്തിക ശാസ്ത്ര വകുപ്പും യുണൈറ്റഡ് നേഷൻസ് സർവകലാശാലകളായ UNU മെറിറ്റും UNU ക്രിസസും കേരള സ്റ്റാർട്ടപ്പ് മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൈക്രോ എവിഡൻസ് ഓൺ ഇന്നൊവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കോൺഫറൻസ് നാളെ മുതൽ ഈ മാസം 12 വരെ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ വെച്ച് നടക്കും. 26 രാജ്യങ്ങളിൽ നിന്നുള്ള 33 പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കുന്നത്. എയർലൈൻ പ്രവർത്തനങ്ങളും യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങളും പരിശോധിക്കുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥർ വിമാനത്താവളങ്ങൾ സന്ദർശിക്കണമെന്ന് നിർദ്ദേശിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. സന്ദർശനത്തിനിടെ യാത്രക്കാരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായണമെന്നും പോരായ്മകൾ കണ്ടെത്തിയാൽ അവ ഉടനടി പരിഹരിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് 70.66% പോളിംഗ്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു. കൊട്ടിക്കലാശം ആവേശകരമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടെടുപ്പ് മറ്റന്നാൾ. SIR സമയക്രമം 2 ആഴ്ച കൂടി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം നിരസിച്ച് സുപ്രീംകോടതി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണം, വന്ദേ മാതരം എന്നീ വിഷയങ്ങളിൽ ചർച്ച തുടരുന്നു.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിന് അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.